Hey everybody, welcome to JD's Garage. ഇന്ന് വി ആർ ബാക്ക് വിത്ത് ദ ന്യൂസ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മുടെ ഗ്ലോബൽ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. പ്ലസ് വാട്ട് ഇസ് ഇൻ സ്റ്റോർ ഫോർ ദ ഫ്യൂച്ചർ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഓൺ വിത്ത് ദി എപ്പിസോഡ്. ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ ഒരു ടോപ്പിക് ദാറ്റ് ഐ വിഷ് ടു ടോക്ക് അബൌട്ട് ഇസ് എ ന്യൂ EV. അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിലോട്ടില്ല ഇപ്പോൾ ആസ് ഓഫ് നൗ, പക്ഷേ ഇറ്റ് ഈസ് എ ന്യൂ EV ദാറ്റ് ഇസ് ഫൈനലി സംതിങ് എക്സൈറ്റിംഗ്. ഇപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ പുതിയ EVs എല്ലാം എന്ന് പറയുമ്പോൾ ലിറ്ററലി ലൈക്ക് ഫോൺസ് ആണെന്നുള്ളത്. ഇപ്പോഴത്തെ കാലത്ത് ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ iPhone 14 കഴിഞ്ഞ് 15 കഴിഞ്ഞ് 16 വന്ന് 17 വരുന്നു, എല്ലാം ഇറ്റ്സ് ഓൾ ദ സെയിം. ഒരു വളരെ ചെറിയ ഇൻക്രിമെൻ്റൽ ചേഞ്ചസ് മാത്രമേ ഈ ഫോണുകളിൽ വരുന്നുള്ളൂ. പക്ഷേ പണ്ടത്തെ ഫോണുകൾ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നമ്മുടെ നോക്കിയൊക്കെ യൂസ് ചെയ്ത് വളർന്നൊരു ജനറേഷൻ ആണെങ്കിൽ യു ഗൈസ് ക്യാൻ കണക്ട്. ഓരോ ഫോൺ വരുമ്പോൾ ഭയങ്കര ഡിഫറൻ്റ് ആണ്, ഭയങ്കര ഫോം ഫാക്ടർ വ്യത്യാസം ഉണ്ടാവും, അതിനകത്തുള്ള സാധനങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ഇറ്റ് വാസ് ഒരു ജനറലി ഒരു പുതിയ ഫോൺ ഇൻട്രഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ഒരു പ്രോസ്പെക്റ്റ് ആയിരുന്നു. എന്തായാലും കാറുകൾ ഫോൺ പോലെ ആയി. സാഡ്ലി ഫോൺ വരുമ്പോഴും എക്സൈറ്റ്മെൻറ്റ് ഇല്ല, പല കാർ വരുമ്പോഴും എക്സൈറ്റ്മെൻറ്റ് ഇല്ല. എന്നാൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നൊരു വണ്ടി ഇസ് സംതിങ് ദാറ്റ് ഐ ഹവ് ബീൻ വെരി എക്സൈറ്റഡ് അബൌട്ട് ആഫ്റ്റർ എ ലോങ് ടൈം. ഒരു EV ആണ് ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് ദ സ്ലേറ്റ്. നമ്മളിപ്പോഴത്തെ കാലത്ത് ഒരു EV വേണം അല്ലെങ്കിൽ EVയിൽ എക്സൈറ്റഡ് ആവുക എന്ന് പറഞ്ഞ ആൾക്കാർ വിചാരിക്കണത് 500 തൊട്ട് 1000 bhp വരെ പവർ, എല്ലായിടത്തും ലൈറ്റുകൾ, സൺറൂഫിലെ ലൈറ്റ്, ടെയിൽ ലൈറ്റ് ഡാൻസ് ചെയ്യുന്നു, ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ആൾക്കാർക്ക് ഇപ്പോൾ EV എന്ന് പറഞ്ഞ് അസോസിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് ഇസ് ദ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് എൻഡ് ഓഫ് ദ സ്പെക്ട്രം, ദ സ്ലേറ്റ് EV. സ്ലേറ്റ് എന്നുള്ള പേര് തന്നെ ഇറ്റ്സ് ലൈക്ക് എ ക്ലീൻ സ്ലേറ്റ് ഓർ ബ്ലാങ്ക് സ്ലേറ്റ്. ആ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് സപ്പോസ് ടു ബി USA's മോസ്റ്റ് അഫോർഡബിൾ വെഹിക്കിൾ ടോട്ടലി. എന്ന് പറയുമ്പോൾ അവിടുത്തെ ഏറ്റവും ചീപ്പസ്റ്റ് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു $23,000-25,000 ഉണ്ട്. ഫോർഡ് മാവറിക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ അത്ര ഉണ്ട്. വെറസ് ദിസ് വൺ ആഫ്റ്റർ റിബേറ്റ്സ് ആൻഡ് എവറിത്തിങ് ഷുഡ് ബി അണ്ടർ $20,000 ടു സ്റ്റാർട്ട് വിത്ത്. അപ്പോൾ ഈ വണ്ടി ആക്ച്വലി ഭയങ്കര കൂളാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു പിക്കപ്പ് ട്രക്കാണ്. ഇറ്റ്സ് എ സ്മോൾ പിക്കപ്പ് ട്രക്ക്. പണ്ട് നമുക്ക് ഈ മാസ്ഡയ്ക്കും നിസാനും ഒക്കെ ഇതേപോലെ ടൊയോട്ടയ്ക്കൊക്കെ ചെറിയ പിക്കപ്പ് ട്രക്സ് ഉണ്ടായിരുന്നു, നോട്ട് ദ ഫുൾ ബ്ലോൺ LC70 പിക്കപ്സ്. ദേ ഹാഡ് ദി സ്മോളർ പിക്കപ്സ് ദാറ്റ് വാസ് വെരി നൈസ്. ആൻഡ് എസ്പെഷ്യലി USA പിക്കപ്സ് എല്ലാം ഇപ്പോൾ ആനയുടെ സൈസ് ഉണ്ടെന്നുള്ള ഒരു കംപ്ലയിൻറ്റും കൂടെ ഉണ്ട്. സോ ദിസ് ബ്രേക്സ് അവേ ഫ്രം ഓൾ ഓഫ് ദാറ്റ്. ആൻഡ് ഇതിൻ്റെ എക്സൈറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊന്നുമില്ല എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ആസ് ദ നെയിം സജസ്റ്റ് എ ക്ലീൻ സ്ലേറ്റ്. സോ ഈ വണ്ടി ബേസിക് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഹോൾ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ബേസിക്. അതേപോലെ ക്ലീൻ സ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിയലി ക്ലീൻ. ദ ബേസിക് സ്ലേറ്റ് EV എന്ന് പറയുമ്പോൾ അതിന് വൈൻഡിങ് വിൻഡോസ് ഒക്കെയാണ് വരുന്നത്. ആൻഡ് ഐ എം സോ ഇൻ ലവ് വിത്ത് ദാറ്റ്. കാര്യം ഇക്കാലത്ത് അങ്ങനത്തെ ഒരു സാധനം കിട്ടാനില്ല. ആൻഡ് ഇഫ് യു വോണ്ട് യു ക്യാൻ മേക്ക് ഇറ്റ് പവർ വിൻഡോസ്. പക്ഷേ ബേസിക്കായിട്ട് വൈൻഡിങ് വിൻഡോസ് ആണ് വരുന്നത്. സ്ക്രീനിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, സ്ക്രീൻ തന്നെ ഇല്ല. ബേസിക് ഒരു സ്പീഡോമീറ്റർ വിച്ച് ഓൾസോ വർക്ക്സ് ആസ് യുവർ ബാക്കപ്പ് ക്യാമറ. അതല്ലാണ്ട് വേറെ നടുക്കിൽ സെൻട്രൽ സ്ക്രീൻ ഇല്ല, സ്പീക്കേഴ്സ് ഇല്ല, ലിറ്ററലി നത്തിങ്. പെയിൻറ്റ് ഒരു ബേസിക് ബ്ലാക്കിഷ് പെയിൻ്റ് ആണ് വരുന്നത്. ആൻഡ് ഓക്കെ, ഇപ്പോൾ ഇത്രയും കേൾക്കുന്നവരായിരിക്കും ഓക്കെ ഇതിപ്പോൾ എന്താ ഒരു ബേസ് മോഡൽ എടുക്കുന്നു കസ്റ്റമൈസ് ചെയ്യുന്നു എന്നുള്ള മട്ടിലല്ലേ? അല്ല. സോ ഈ വണ്ടിയുടെ ഷേപ്പ് അടക്കം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇറ്റ് സ്റ്റാർട്ട്സ് ലൈഫ് ആസ് എ പിക്കപ്പ്. നമുക്ക് വേണമെങ്കിൽ ഇതൊരു പ്രോപ്പർ SUV പോലെ ആക്കാം, ഫോർഡ് ബ്രോങ്കോ ഒക്കെ പോലത്തെ SUV ആക്കാം, അല്ലെങ്കിൽ റേഞ്ച് റോവർ സ്പോർട്ട് പോലത്തെ ഒരു കുറച്ചും കൂടി ഒരു ആംഗുലർ സിറ്റി ബേസ്ഡ് SUV ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. യു ക്യാൻ ബൈ ഓൾ ദീസ് പാർട്സ് സെപ്പറേറ്റ്ലി ആൻഡ് യു ക്യാൻ ആഡ് ദം ഓൺ. വണ്ടിയുടെ പെയിൻ്റ് ആണെങ്കിലും വണ്ടി വരുന്നത് ആ ഒരു മാറ്റ് ഫിനിഷിലാണ്. പക്ഷേ നമുക്ക് ബാക്കി പാനൽസ് എല്ലാം റാപ്പ് കിറ്റായിട്ട് കമ്പനി തരുന്നുണ്ട്, നമുക്ക് തന്നെ റാപ്പ് ചെയ്യാൻ വേണമെങ്കിൽ. അത് എല്ലാം പ്രീ കട്ട് ആൻഡ് എവറിത്തിങ് ആണ്. സോ യു ഡോണ്ട് ഹാവ് എനി പ്രോബ്ലംസ് വിത്ത് ദാറ്റ്. ഓഡിയോ സിസ്റ്റം വേണമെങ്കിൽ നമുക്ക് ടച്ച് സ്ക്രീൻ അവിടെ നിന്ന് തന്നെ ഓപ്ഷൻ ചെയ്യാം. പവർ വിൻഡോസ് വേണമെങ്കിൽ ഓപ്ഷൻ ചെയ്യാം. റിമോട്ട് ലോക്സ്, വണ്ടി ഓഫ് റോഡറാക്കി ലിഫ്റ്റ് ചെയ്യാം, താത്താം, എല്ലാ പരിപാടികളും ആ വണ്ടിക്കകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ആ ഒരു ലെവൽ ഓഫ് കസ്റ്റമൈസേഷൻ നമ്മൾ ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. ആൻഡ് ദാറ്റ് മേക്സ് ഇറ്റ് വെരി എക്സൈറ്റിംഗ്. ആൻഡ് യുനോ പല വലിയ ആൾക്കാർ, ജെഫ് ബെസോസ് ഒക്കെയാണ് ഈ കമ്പനീനെ ബാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആൻഡ് ഓണസ്റ്റ്ലി ഇറ്റ് ലുക്സ് ഗുഡ്. ബാക്കി എല്ലാം ബാക്കി എല്ലാ കാര്യം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ലുക്സ് നൈസ്. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി കൂൾ കോൺസെപ്റ്റ്. ആൻഡ് ഇക്കാലത്ത് വെൻ യു ആർ സീയിങ് ഓൾ ദീസ് കാർസ് ദാറ്റ് ആർ ലുക്കിംഗ് സോ സിമിലർ, ഓൾ ദീസ് കാർസ് ഇൻ ഡൾ ഡ്രാപ്പ് കളേഴ്സ്, കണ്ടാൽ ഒരു വ്യത്യാസവും ഇല്ല, ഒന്നുമില്ലാത്തൊരു കാലത്ത് ദ സ്ലേറ്റ് EV ട്രൂലി സ്റ്റാൻഡ്സ് ഔട്ട് ആൻഡ് ഇറ്റ്സ് റിയലി നൈസ് ടു സീ. പവർ പറയുകയാണെങ്കിലും ഇപ്പോൾ ആസ് ഓഫ് നൗ അതിനൊരു സിംഗിൾ റിയർ വീൽ പവർ ചെയ്യുന്നൊരു മോട്ടറാണുള്ളത്. ഡസ് അബൌട്ട് 300 kilometers ഓഫ് റേഞ്ച്. 4x4 വേർഷൻ വരുന്നുണ്ടെന്ന് പറയുന്നു ഡ്യുവൽ മോട്ടർ വെച്ചിട്ട്. ആൻഡ് ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഹാവിങ് എൻ EV. യുനോ ഇറ്റ്സ് വെരി മോഡുലർ. നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും കയറ്റാൻ പറ്റും.
സോ ഓൾ ഇൻ ഓൾ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി എക്സൈറ്റിംഗ് പ്രോസ്പെക്റ്റ്. ആൻഡ് വേറെ കൺട്രീസും ഇതേപോലെ കാര്യങ്ങൾ ചെയ്യുമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഓർ അറ്റ്ലീസ്റ്റ് ഈ സ്ലേറ്റ് പോലത്തെ ഒരു വണ്ടി ഇന്ത്യയിൽ ഇറങ്ങിയാലും ഐ വുഡ് ബി വെരി വെരി എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ്. ഇപ്പോൾ എന്തായാലും EVസിൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു ഗ്ലോബൽ ലോഞ്ച് വിച്ച് വി മോസ്റ്റ് പ്രോബബ്ലി വോണ്ട് ഗെറ്റ് ഇൻ ഇന്ത്യ ഇസ് ദ ജീപ്പ് കോമ്പസ് EV. ജീപ്പ് കോമ്പസിൻ്റെ പുതിയ ജനറേഷനിൽ അവർ ഇലക്ട്രിക് വെഹിക്കിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ സെയിം പ്ലാറ്റ്ഫോം ആസ് ദ സിട്രൺ C5 ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. വണ്ടി കാണാനൊക്കെ നല്ല രസമുണ്ട്, ഇൻറ്റീരിയറും നല്ല രസമുണ്ട്. ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും മിക്കവാറും ഇറങ്ങില്ല. നമ്മളിത് വെറുതെ സ്പെക്കുലേറ്റ് ചെയ്ത് സമയം കളഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരു സാധനം ഇറങ്ങി അല്ലാണ്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട്. പക്ഷേ നമുക്ക് സ്റ്റെല്ലാൻറ്റിസിൻ്റെ കാര്യം പറയുമ്പോൾ അവർ പുതിയൊരു പരിപാടിയായിട്ട് വരുന്നുണ്ട്, ലീപ്പ് മോട്ടർ. ലീപ്പ് മോട്ടർ ബേസിക്കലി ചൈനയിലത്തെ ഒരു ഇലക്ട്രിക് കാർ മാനുഫാക്ചറാണ്. ഇറ്റ്സ് നോട്ട് എ വെരി ഓൾഡ് മാനുഫാക്ചർ. 2015 ഈ കമ്പനി ഫോം ചെയ്യുന്നത് തന്നെ. സോ ഹാർഡ്ലി 10 വർഷം പ്രായമുള്ള ഒരു ചൈനീസ് മാനുഫാക്ചറാണത്. സോ ഈ ലീപ്പ് മോട്ടർ കമ്പനിയിൽ, ദാറ്റ് ഈസ് എ ചൈനീസ് EV മാനുഫാക്ചറായിട്ടുള്ള ഈ ഒരു കമ്പനിയിൽ സ്റ്റെല്ലാൻറ്റിസിന് ഒരു സ്റ്റേക്ക് ഉണ്ട്. കുറച്ച് കാലം മുമ്പാണ് ദേ ബോട്ട് ഇൻ ടു ദ ബ്രാൻഡ് ഓൾസോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് സ്റ്റെല്ലാൻറ്റിസ് ഒരു തീരുമാനം എടുക്കുന്നത് ദാറ്റ് വി വിൽ ഇൻട്രൊഡ്യൂസ് ലീപ്പ് മോട്ടർ ഇൻ ഇന്ത്യ. പഴയ GMൻ്റെ ഒരു പ്ലേ ബുക്കാണിത്. എന്ന് പറഞ്ഞാൽ ആദ്യൊരു ബ്രാൻഡ് കൊണ്ടുവരും, ഇറങ്ങും, പൊട്ടും, പോവും. അടുത്ത ബ്രാൻഡ് കൊണ്ടുവരും, ഇറങ്ങും, പൊട്ടും, പോവും. മൂന്നാമതൊരെണ്ണം കൊണ്ടുവരാൻ അവർക്ക് പറ്റിയില്ല. എന്നാൽ ഫിയറ്റ് കഴിഞ്ഞു, ജീപ്പ് കഴിഞ്ഞു. രണ്ടിൻ്റെ കാര്യത്തിൽ ജീപ്പ് കഴിഞ്ഞു എന്ന് ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ലെങ്കിലും വെൽ യു നോ വാട്ട്സ് ഹാപ്പനിങ്. പിന്നെ ഉള്ളത് സിട്രൺ ആണ്. സിട്രണും സാഡ്ലി നൈസ് കാർസ്, ബട്ട് ഇറ്റ്സ് ഓൾസോ ഡൺ. ഇപ്പോൾ എന്തായാലും ലീപ്പ് മോട്ടർ എന്ന് പറഞ്ഞാൽ പുതിയ ബ്രാൻഡായിട്ട് സ്റ്റെല്ലാൻറ്റിസ് വരാൻ പോവുകയാണ്. സോ ഓക്കെ, ഹൗ ഡു ഐ ഫീൽ അബൌട്ട് ദിസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ്സ് എ ബ്രേവ് മൂവ്. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഇതുവരെ കേൾക്കാത്ത ഒരു ബ്രാൻഡാണ് അവരിങ്ങോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ നമുക്ക് വേറെ രീതി നോക്കുമ്പോൾ ഇതുവരെ ലോകം മുഴുവൻ കേട്ട ബ്രാൻഡ് കൊണ്ടുവന്നിട്ട് എന്തായാലും നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ച് കേൾക്കാത്ത ബ്രാൻഡ് വന്നാലും പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല അവർക്ക്. ഒരു 100 വണ്ടി കൂടുതൽ വിട്ടാലും ഇറ്റ്സ് ഗ്രേറ്റ് ഫോർ ദം. അപ്പോൾ എന്തായാലും ഇവർ ഈ ഒരു ബ്രാൻഡായിട്ട് കൊണ്ടുവരാനുള്ള വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡിന് തന്നെ ഇന്ത്യയിലോട്ട് ഇനി ചൈനയിൽ നിന്ന് വരാൻ പറ്റില്ല. ഇപ്പോൾ വി ആർ ഓൾ സീയിങ് ഹൗ BYD ഈസ് ബീങ് സ്ക്വീസ്ഡ് ലിറ്ററലി. MG ആണെങ്കിലും ദേ ഹാഡ് ടു ടൈ അപ്പ് വിത്ത് JSW ആൻഡ് ദെൻ ഓൺലി കണ്ട നമ്മൾ ബ്രിട്ടീഷാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടായില്ല. MGക്കും ഒരു ലോക്കൽ പാർട്ട്ണർ വേണ്ടി വന്നു. BYD ഇപ്പോഴും ഇങ്ങനെ പതുക്കെ ഇഴയുകയാണ്. അവരെ BYDനെ ലിറ്ററലി അഴിച്ചുവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോണ സ്പെൽ ഡൂം ഫോർ എ ലോട്ട് ഓഫ് മാനുഫാക്ചറേഴ്സ്. അതുകൊണ്ട് തന്നെ അവരെയും അങ്ങനെ അഴിച്ചു വിട്ടിട്ടില്ല. ഇപ്പോൾ ലീപ്പ് മോട്ടർ ആണെങ്കിലും സ്റ്റെല്ലാൻറ്റിസിൻ്റെ കൂടെ വന്നാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ആൻഡ് മേക്ക് സെൻസ്. കാര്യം എനിവേ സ്റ്റെല്ലാൻറ്റിസ് ഹാസ് എ സ്റ്റേക്ക് ഇൻ ദ ബ്രാൻഡ്. അവർക്ക് ഡീലർഷിപ്സ് ഉണ്ട്, സർവീസ് നെറ്റ്വർക്ക് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് സെൻസ് ഫോർ സ്റ്റെല്ലാൻറ്റിസ് ടു ആക്ച്വലി ലോഞ്ച് ദിസ് ബ്രാൻഡ്. സ്റ്റെല്ലാൻറ്റിസ് ലീപ്പ് മോട്ടർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ 2 മോഡൽസാണ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒന്ന് C10 എന്ന് പറഞ്ഞിട്ടുള്ള ഈ വണ്ടിയുടെ സൈസുള്ളൊരു SUV/ക്രോസ് ഓവർ ഒരു വണ്ടിയാണ്. സോ ദാറ്റ് ക്യാൻ കമ്പീറ്റ് വിത്ത് ദി MG ZS EV, ദ BYD Atto 3, അങ്ങനത്തെ വണ്ടികളൊക്കെ ആയിട്ടുള്ള ഒരു കൂടെ പിടിക്കാനുള്ള ഒരു വണ്ടിയാണ്. ആൻഡ് ആക്ച്വലി ഇറ്റ് ലുക്സ് ക്വൈറ്റ് നൈസ്. ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് കുഴപ്പമില്ല. ആക്ച്വലി നല്ല ക്വാളിറ്റിയും ഇതിൽ ഇറക്കാൻ പറ്റുന്ന അടിപൊളിയായിരിക്കും. പിന്നെ ഉള്ളത് T03 എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. ദാറ്റ്സ് എ ടൈനി സിറ്റി കാർ. അത് ബേസിക്കലി നമ്മുടെ MG കോമറ്റിനേക്കാളും വലുതാണ്, എന്നാൽ ടിയാഗോനേക്കാളും ചെറുതാണ്. സോ ഈ രണ്ടും ഇലക്ട്രിക് വെഹിക്കിൾസാണ്. ആൻഡ് ഇത് രണ്ടും ആക്ച്വലി നല്ല പൊട്ടൻഷ്യൽ ഉള്ള സെഗ്മെൻറ്റുകളാണ്. സോ ഈ ഒരു സൈസും ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉള്ളൊരു സെഗ്മെൻറ്റാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ. ആൻഡ് ആ ഒരു സെഗ്മെൻറ്റിൽ നല്ലൊരു വണ്ടി വിത്ത് ഗുഡ് സ്പേസ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല റേഞ്ച് ആൻഡ് നല്ല സർവീസും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഷുവർ ഷോട്ട് വിന്നർ. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് കാണുന്നൊരു സാധനമാണ് ദാറ്റ് ഒരു പുതിയ പെട്രോൾ വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പരീക്ഷിക്കില്ല, പക്ഷെ ഒരു പുതിയ ഇലക്ട്രിക് വണ്ടി വന്ന ആൾക്കാർ പരീക്ഷിക്കും. അതിൻ്റെ ഒരു കേസ് ഇൻ പോയിൻ്റാണ് നമ്മുടെ ടാറ്റ നാനോയും MG കോമറ്റും. നാനോ എല്ലാവരും പുച്ഛിച്ച് തള്ളി, പക്ഷേ MG കോമറ്റ് സ്മാർട്ട് സിറ്റി കാർ എന്നുള്ള ഒരു തോട്ടും കൂടെ വരും. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രിക് വെഹിക്കിൾസിനോട് ഐ ഫീൽ ദ ഇന്ത്യൻ മാർക്കറ്റ് ഇസ് എ ലോട്ട് മോർ ഫോർഗിവിങ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സാധനങ്ങൾ അവർക്ക് ഇത്തിരി കോമ്പറ്റേറ്റീവായിട്ട് ഇറക്കാൻ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ ഗുഡ് ചാൻസ് ഫോർ സക്സസ്. ഗുഡ് ചാൻസ് ഫോർ സക്സസ് എന്ന് പറയുമ്പോൾ വേറൊരു കാര്യവും കൂടെ ഉണ്ട്, ഇസ് ദാറ്റ് സ്റ്റെല്ലാൻറ്റിസിൻ്റെ ഡീലേഴ്സ് ആർ ആക്ച്വലി ക്വൈറ്റ് ഡെസ്പറേറ്റ് ഫോർ എ ഗുഡ് സെയിൽ. ഇപ്പോഴത്തെ അവരുടെ ഒരു ലൈനപ്പ് നോക്കുകയാണെങ്കിൽ
ജീപ്പ് പ്രത്യേകിച്ച് ഒന്നും വിൽക്കുന്നില്ല, സിട്രണും പ്രത്യേകിച്ച് ഒന്നും വിൽക്കുന്നില്ല. അവർ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചറും ഡീലർഷിപ്പും അതേപോലെ സർവീസും കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് പ്രത്യേകിച്ച് അതിൻ്റെ അകത്തുനിന്നൊരു റവന്യൂ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ യു നീഡ് എ വോളിയം പ്രോഡക്റ്റ്. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനത്തെ ഒരു വോളിയം സെല്ലർ എല്ലാ ദിവസവും ആൾക്കാർക്ക് ഷോറൂമിലോട്ട് കയറാനൊരു കാരണമില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു സർവൈവ് ഇൻ ദി ഇന്ത്യൻ മാർക്കറ്റ്. അപ്പോൾ ആ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ലീപ്പ് മോട്ടോർ വണ്ടികൾ കൊണ്ട് മേ ബി ഇഫ് ദേ ആർ ഗുഡ് ടു ഡ്രൈവ്, ഞാൻ ഓടിച്ചിട്ടും കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ ഫ്രം വാട്ട് ഐ സീ ആൻഡ് ഇഫ് ഇറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് എ ഡീസൻറ്റ് കാർ എന്നുണ്ടെങ്കിൽ അത്യാവശ്യം അവർക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും. അപ്പോൾ ഈ പ്രൈസിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് എങ്ങനെ ലോഞ്ച് ചെയ്യണോ അനുസരിച്ചിരിക്കും. CBU ആണെങ്കിൽ കാര്യമൊന്നുമില്ല, ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ CBU ഉണ്ടെന്ന് ഒരിക്കലും വിൽക്കാൻ പറ്റില്ല. CKD കൊണ്ടുവന്ന് പിന്നെ പതുക്കെ ഇവിടെ ലോക്കൽ മാനുഫാക്ചറിലോട്ട് ആക്കേണ്ടി വരും. ബട്ട് വിൽ ഹാവ് ടു സീ ഹൗ ദാറ്റ് വർക്ക്സ്. കാര്യം സ്റ്റെല്ലാൻറ്റിസിൻ്റെ ഒരു ലൈൻ ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളൊരൊറ്റ ചിന്തയേ ഉള്ളൂ. സിട്രണിൽ നമ്മളത് കണ്ടു, കോസ്റ്റ് കുറച്ച് എവിടം വരെ എത്തി എന്നുള്ളത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്താവും എന്നുള്ളത് നമുക്ക് വിൽ ഹാവ് ടു സീ. അവർക്ക് നല്ലോണം പ്രൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി ലോക്കൽ മാനുഫാക്ചർ ആയിരിക്കണം. ലോക്കൽ മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ഇൻവെസ്റ്റ് ചെയ്യണം, അത്രയും ഇന്ത്യൻ മാർക്കറ്റിലോട്ട് കമ്മിറ്റ് ചെയ്യണം. ആൻഡ് ആ ഒരു കമ്മിറ്റ്മെൻറ്റാണ് നമുക്ക് സത്യം പറഞ്ഞാൽ സ്റ്റെല്ലാൻറ്റിസിൻ്റെ നിന്ന് ഇന്ത്യയിൽ കാണാത്തത്. ഓക്കെ, ഇവിടെ ഫാക്ടറി ഉണ്ട്, പ്ലാന്റ് ഉണ്ട്, ഇതെല്ലാം, പക്ഷേ ഒരു എക്സ്പോർട്സാണ് അവർക്ക് ഒരു ഉദ്ദേശം. ഇവിടെ മേടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ എക്സ്പോർട്ട് ചെയ്യും, ഗിയർ ബോക്സ് എക്സ്പോർട്ട് ചെയ്യും, എഞ്ചിൻ എക്സ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു തോട്ടാണ് അവർക്കിവിടെ ഉള്ളത്. ആ ഒരു തോട്ടിൽ വെച്ചിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരിക്കലും സക്സീഡ് ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു കമ്മിറ്റ് ടു ദ മാർക്കറ്റ്, യു ഹാവ് ടു ഗോ ഓൾ ഔട്ട്. മാർക്കറ്റിങ്ങിലാണെങ്കിലും വണ്ടിയുടെ ഫീച്ചേഴ്സിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഓൾ ഔട്ട് പോയി എന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്തുകയും കൂടെ വേണം. കാര്യം ഇതെല്ലാം ചെയ്തിട്ട് മിണ്ടാണ്ടിരുന്നാലും കാര്യമില്ല. അങ്ങനെ പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഈ വണ്ടിക്ക്, ഈ ബ്രാൻഡിനോ ആൻഡ് ഐഡ് സേ ഓൺ എ ഹോൾ സ്റ്റെല്ലാൻറ്റിസിനോ ഇന്ത്യയിലൊരു റീറ്റെയിൽ ഫ്യൂച്ചർ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ വൈൽ ടോക്കിംഗ് അബൌട്ട് EVs, നമുക്ക് ഇന്ത്യയിലത്തെ ബെസ്റ്റ് സെല്ലിംഗ് EVനെ കുറിച്ച് പറയാം. ദാറ്റ് ഈസ് ദി MG വിൻസർ. ഒരു സിംഗിൾ മോഡലായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വോളിയൂംസ് ചെയ്യുന്ന ഒരു മാസം ഇസ് ദി MG വിൻസർ. ഇത്രയും കൊല്ലം നമ്മൾ ടാറ്റ ഉണ്ടാക്കിയ ഒരു സുപ്രീമസി, ദാറ്റ് ഈസ് നെക്സോൺ ആണെങ്കിലും ടിയാഗോ ആണെങ്കിലും വിത്ത് ദ തൗസൻഡ്സ് ഓഫ് ടാക്സീസ് റണ്ണിങ് ടിഗോർ EV ആണെങ്കിലും എല്ലാത്തിനും ഒറ്റയടിക്ക് അടിച്ച് തകർത്തൊരു വണ്ടിയാണ് MG വിൻസർ. ആൻഡ് ഈ വിൻസർ വന്നപ്പോൾ തൊട്ട് ഞാനും പറയുന്നുണ്ട് ദാറ്റ് അതിന് ആ കൂട്ടർ കുഴപ്പമുള്ളത് ആ 38 kWh ബാറ്ററിയാണ്. ഇറ്റ് റിയലി നീഡ്സ് എ ബിഗർ ബാറ്ററി ടു ഡു എനിത്തിങ്. ആൻഡ് ആ ഒരു ഫീഡ്ബാക്ക് ആസ് ഇൻ എല്ലാവരും പറയുന്ന ആ ഒരു ഫീഡ്ബാക്ക് തന്നെയായിരുന്നു. ആൻഡ് ഇൻ്റർനാഷണലി അവർക്ക് അങ്ങനത്തെ ഒരു വേർഷനും കൂടെ ഉണ്ടായിരുന്നു. സോ MG has finally launched the longer range version of the MG Windsor, the Windsor Pro. സോ പ്രോ എന്ന് പറഞ്ഞാൽ ഈ വേർഷനകത്ത് ഒരു 52.9 kWh ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. സോ ഈസിലി ഒരു 400+ കിലോമീറ്റർ റേഞ്ച് കാണിക്കണം, ഓർ അറ്റ്ലീസ്റ്റ് 400 kilometers ഓൺ റോഡ് കിട്ടണം, ഗോയിങ് ബൈ വാട്ട് an MG ZS EV gives you. ഈ വണ്ടിയിൽ വേറെ കുറച്ച് വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ അലോയ് വീൽസ് മാറിയിട്ടുണ്ട്, പുതിയ കളേഴ്സ് വന്നു, ലെവൽ 2 ADAS ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്, ആൻഡ് ഒരു ഫുൾ പാൻഡ്രോമിക് സൺറൂഫും കൂടെ ഉണ്ട്. ആൻഡ് പ്രൈസ് സ്റ്റിൽ അണ്ടർ 20 lakhs ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി എ ഗ്രേറ്റ് തിങ്. ആ ഒരു സെഗ്മെൻറ്റിൽ അണ്ടർ 20 lakhs വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പല സ്റ്റേറ്റ്സിൽ അപ്പോഴും ടാക്സ് ഫ്രീ ആണ് വണ്ടി. ആൻഡ് ഓൾ ടുഗെദർ ഇറ്റ് ഈസ് ആക്ച്വലി എ ഗ്രേറ്റ് ഡീൽ ഇഫ് യു ആസ്ക് മീ. വിൻസർ ആക്ച്വലി നമ്മളെ കാണിച്ചിട്ടുണ്ട് ദാറ്റ് അങ്ങനത്തെ ഒരു പാക്കേജിങ്, ഒരു ബോൺ EV, അത്ര സ്പേസ്, അത്ര ഒരു കംഫർട്ടും ഫീച്ചേഴ്സും എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ MPV ലുക്സ് വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. എന്നാൽ MPV ലുക്സ് വെച്ചിട്ട് തന്നെ ഇറ്റ് ഹാസ് ഓവർടേക്കൺ വാട്ട് വാസ് സെഡ് ടു ബി ദ ബെസ്റ്റ് കോമ്പാക്ട് SUV, ദ നെക്സോൺ ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. സോ ദ ചൈനീസ് EV റെവല്യൂഷൻ ഈസ് ഹിയർ ഫൈനലി. അവരൊറ്റ മോഡൽ കൊണ്ട് അടിച്ച് തകർത്ത് കളഞ്ഞു. ആൻഡ് ഈ വിൻസർ EV പ്രോ വേർഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എൻ ഈവൻ ബിഗർ സെയിൽ സക്സസ്. ഒരു ദിവസത്തിൽ എന്തോ 8000 ബുക്കിംഗ് കൊണ്ട് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ ഇൻട്രഡക്ടറി പ്രൈസിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പക്ഷേ എന്നാലും ഐഡ് സേ അവർ ആ 38 kW വേർഷൻ സത്യം പറഞ്ഞാൽ ബേസിൽ മാത്രം ഇനി വെച്ചിട്ട് ബാക്കിയെല്ലാം ഈ 53 kW വേർഷൻ ആക്കണം എന്നുള്ളതാണ് കാര്യം. ഹൈവേയിലോട്ട് കയറി കഴിയുമ്പോഴേക്കും യു റിയലി നീഡ് ദാറ്റ് റേഞ്ച്. ആൻഡ് അത്രയും വലിയ വണ്ടി ഇറ്റ് ഈസ് ഓൾവേസ് ബൗണ്ട് ടു ഗോ ഓൺ ടു ദ ഹൈവേസ്. ആൻഡ് കുറച്ചുകൂടെ റേഞ്ചും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടെങ്കിൽ ചാർജേഴ്സും കുറച്ചുകൂടി അവൈലബിലിറ്റി കൂടുതലുണ്ടാവും ഹൈവേയിൽ. ആൻഡ് ഈ വലിയ ബാറ്ററിയിൽ ഐ ഹോപ്പ് വൺ മോർ തിങ് ഇസ് സോൾവ്, ദാറ്റ് ഈസ് ഇതിൻ്റെ റൈഡ് കംഫർട്ട്. ഈ വിൻസറിൻ്റെ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ റിയറിലെ റൈഡ് കുറച്ച് ചോപ്പി ആയിരുന്നു. ആക്ച്വലി എല്ലാ MGക്കുള്ളൊരു ചെറിയ പ്രശ്നമാണ് കേട്ടോ. ഇതിനും ഉണ്ട്, ബാക്ക് കുറച്ചൊരു
തെറിപ്പുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വിൻസറിന് കുറച്ച് കൂടുതലായിരുന്നു. എനിക്ക് എപ്പോഴും ഒരു തോന്നലുണ്ടായിരുന്നു അത് ബിക്കോസ് മേ ബി ദറ്റ് കാർ ഇസ് ഡിസൈൻ ഫോർ എ ബിഗർ ബാറ്ററി ആൻഡ് ഇറ്റ് ഹാസ് എ ലൈറ്റർ സ്മോളർ ബാറ്ററി. മേ ബി ആ വലിയ ബാറ്ററി വരുമ്പോൾ ശരിയാവുമായിരിക്കും എന്നുള്ളത്. സോ ഹോപ്പ്ഫുള്ളി ആ വണ്ടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓടിച്ചു കഴിയുമ്പോൾ ഒരു പിടി കിട്ടും വെദർ ദാറ്റ് പ്രോബ്ലം ഹാസ് ബീൻ സോൾവ്ഡ്. ആൻഡ് ആ ഒരു കാര്യത്തിനൊരു തീരുമാനമായിട്ടെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് EVs that you can buy under 25 lakhs nowadays. ഇപ്പോൾ EVയുടെ ഒരു കാര്യം കൂടെ പറയാം. ഗ്ലോബലി ഇസൂസു D-Max-ന്റെ ഒരു EV വേർഷൻ ഇറക്കിയിട്ടുണ്ട്. അത് ശരിക്കും ഐ തിങ്ക് ഇറ്റ് ബിലോങ്സ് ഇൻ ദ ജോക്ക് സെക്ഷൻ. കാര്യം 250 കിലോമീറ്റർ എങ്ങാണ്ട കമ്പനി 250-260 കിലോമീറ്റർ എങ്ങാണ്ട കമ്പനി തന്നെ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ 100 എത്രയെങ്കിലും കിട്ടിയാൽ കിട്ടി റേഞ്ച്. ഡ്യുവൽ മോട്ടറൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇന്ത്യയിലോട്ട് വരില്ല. ബട്ട് ദേ ഹാവ് സ്പെൻഡ് സം ടൈം ആ ഒരു വണ്ടിയിൽ അങ്ങനെ കാര്യം ചെയ്യാനായിട്ട്. ഐ ഡോണ്ട് നോ, ദ മാർക്കറ്റ് ഹാസ് മൂവ്ഡ് ഓൺ. ഇക്കാലത്ത് 2025 200 കിലോമീറ്റർ റേഞ്ചുള്ള 200 താഴെ റേഞ്ചുള്ള അത്രയും വലിയൊരു വണ്ടി ഇറക്കൽ ഷുഡ് ബി ഇല്ലീഗൽ ആക്ച്വലി. കാര്യം ഇത് ഒരു പൊതുശല്യമായി പ്രഖ്യാപിച്ച് നിർത്തിപ്പോണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാര്യം ഇനി ഇറക്കുമ്പോൾ ഈ 400 കിലോമീറ്റർ എങ്കിലും പോകാൻ ഉള്ള ഒരു EV ഇറക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് ബോദർ വിത്ത് ഇറ്റ്. ഇത്രയും R&Dയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇറ്റ്സ് ജസ്റ്റ് നോട്ട് വർത്ത് ഇറ്റ്. പുറത്ത് ബാക്കി US-ലൊക്കെ പിക്കപ്സൊക്കെ നോക്കുകയാണെങ്കിൽ ദേ ഹവ് ഓൾ ഗോൺ അബവ് 500-600 കിലോമീറ്റേഴ്സ് റേഞ്ച്. ഇവിടെ ഇപ്പോഴും ഇസൂസു ഈ പഴയ D-Max-ഉം വെച്ചുകൊണ്ട് അതിനകത്ത് ബാറ്ററി കുത്തിക്കയറ്റി ഐ ഡോണ്ട് നോ വൈ ദേ ടേക്ക് ദാറ്റ് എഫേർട്ട്. ബട്ട് എനിവേസ് അങ്ങനത്തെ ഒരു സാധനം അവർ ഇറക്കിയിട്ടുണ്ട്. ഇന്ത്യയിലോട്ട് എന്തായാലും ഒരിക്കലും വരില്ല. അതുകൊണ്ട് വി ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് ദാറ്റ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഓല റോഡ്സ്റ്റർ എക്സ് 500 കിലോമീറ്റർ ഓടിക്കാൻ പോകുന്ന ബൈക്ക് ഭാവിഷ് അഗർവാൾ കുറച്ച് കാലം മുമ്പ് അൺവെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ വണ്ടി മാർച്ചിൽ ഡെലിവറി തുടങ്ങും. അവരുടെ പുതിയ മറ്റേ ഇൻഹൗസ് സെൽസാണ് അതിനകത്തെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ പുള്ളി പറഞ്ഞായിരുന്നു. എന്തായാലും മാർച്ച് വന്നു, മാർച്ച് പോയി, റോഡ്സ്റ്റർ വന്നില്ല. അപ്പോൾ അതിൻ്റെ കാര്യം നോക്കുമ്പോൾ ഏതായാലും അവരെ കുറച്ച് ട്രബിളിലാണ് ഓല വിത്ത് ദ റെഗുലേറ്ററി ബോഡീസ്. അങ്ങനെ നമ്മുടെ ഭാവിഷേട്ടൻ കുറച്ച് പ്രശ്നത്തിലാണ് സെബിയും കാര്യങ്ങളുമൊക്കെ ആയിട്ട്. അത് കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി സെയിൽസ് ഫിഗേഴ്സ് എല്ലാ മാസവും പുള്ളിയുടെ ഏറ്റവും വലിയ സംഭവം പുള്ളിയുടെ സെയിൽസ് ഫിഗേഴ്സ് ആയിരുന്നു. ഈ മാസം ഇത്രയും പോയി, ഇത്രയും 25,000 35,000 എന്നൊക്കെ പറഞ്ഞ് അടിച്ച് വിടുമായിരുന്നു. പക്ഷേ ഏതായാലും ആ നമ്പർ കൊടുത്തതിൽ ചെറിയൊരു പാളിച്ച പറ്റി. റോഡ്സ്റ്റർ എക്സിൻ്റെയൊക്കെ സെയിൽസ് ഫിഗേഴ്സും പോയി. ഏതാണ്ട് 12,000 വണ്ടി ഈ വണ്ടിയും റോഡ്സ്റ്റർ വിറ്റു എന്നുള്ളതും കൂടെ അങ്ങോട്ട് ഡിക്ലെയർ ചെയ്തായിരുന്നു. അതിൽ ചെറുതായിട്ടൊന്ന് പാളി. കാര്യം ഇറങ്ങാത്ത വണ്ടിയാണ്, വണ്ടി അൺവെയിലായത് മാത്രമേ ഉള്ളൂ. ഒറ്റ കസ്റ്റമറിന് പോലും വണ്ടി ഡെലിവറി പോയിട്ടില്ല. പക്ഷേ എന്തായാലും ഈ നമ്പേഴ്സൊക്കെ പുള്ളി അവിടെ കൊടുത്തു. വണ്ടി സെയിലായി, ഇത്രയായി, കണ്ടാൽ നമ്മുടെ സെയിൽ ഈ മാസവും നമ്മൾ പൊളിച്ചു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. സെബി പുള്ളി തൂക്കിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എന്തായാലും അതോടെ റോഡ്സ്റ്ററിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കുറച്ചൊരു പോസിലാണ്. ഇനിയിപ്പോൾ അതിൻ്റെ കാര്യം തീരുമാനമായി കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. എപ്പോഴത്തേക്കാണ് വണ്ടി ലോഞ്ചാവും. പുള്ളി മെയ് എന്ന് പറയുന്നുണ്ട്, ബട്ട് വിൽ ഹാവ് ടു സീ. ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയും ഫുള്ളി റെഡിയാണോ എന്നുള്ളത് വി റിയലി ഡോണ്ട് നോ. ഓലയാണ്, ഓല സ്കൂട്ടറും ഇതേപോലെ പല ഡേറ്റുകളും കാര്യങ്ങളും എല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. ആൻഡ് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഓല സ്കൂട്ടറിന്. അപ്പോൾ അതുകൊണ്ട് ഇനി റോഡ്സ്റ്ററിൻ്റെ കാര്യം എങ്ങനെയാണെന്നറിയില്ല. എന്താണെങ്കിലും കൊള്ളാം, എത്ര വൈകിയാലും കൊള്ളാം, എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് ഇറക്കിയാൽ മതി ഭാവിഷ് ബ്രോ. ദൈവത്തെ ഓർത്ത് ഇനിയും നമുക്ക് പൊട്ടുന്ന പടക്കങ്ങളും ഫോർക്കൂരി പോലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്ലീസ് ഡോണ്ട് ടെസ്റ്റ് ദ ഇന്ത്യൻ കസ്റ്റമർ വിത്ത് ഓൾ ഓഫ് ദാറ്റ്. ആൻഡ് ഓൺ ദി അതർ സൈഡ് Ather, that is the direct opposite of Ola. Whatever Ola stands for, Ather does the exact opposite and vice versa. അപ്പോൾ അതുകൊണ്ട് Ather is, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇറ്റ് ഈസ് എ വെരി സോർട്ടഡ് പ്രോഡക്റ്റ്. ഇറ്റ് സീംസ് ലൈക്ക് എൻ എത്തിക്കൽ കമ്പനി. ദേ വാല്യൂ ദ കസ്റ്റമേഴ്സ്, ദേ വാല്യൂ സേഫ്റ്റി, ഓൾ ഓഫ് ദാറ്റ്. പക്ഷേ കസ്റ്റമറിന് വേണ്ട. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സെയിൽസ് പാവങ്ങൾ ദർ സ്ട്രഗ്ലിംഗ് സ്റ്റിൽ. ബട്ട് എനിവേസ് Atherൻ്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ Atherൻ്റെ IPO ഈ ഇടയ്ക്ക് റിലീസായിരുന്നു. ഇപ്പോൾ ഒരു കുറച്ച് ദിവസം ആയിട്ടുള്ളൂ വന്നിട്ട്. ആൻഡ് ആസ് എക്സ്പെക്റ്റഡ് വെരി ലൂക്ക്വാം റെസ്പോൺസാണ് കാര്യങ്ങളിൽ വന്നിരിക്കുന്നത്. അത് പ്രതീക്ഷിച്ച പോലെയൊന്നും സംഭവം പൊങ്ങി വന്നിട്ടില്ല. ആൻഡ് ഈവൺ ആഫ്റ്റർ ദി IPO ഇറ്റ്സ് സ്റ്റിൽ നോട്ട് ഗ്രേറ്റ്, വിച്ച് ഈസ് വെരി സാഡ്. കാര്യം ഐ റിയലി വോണ്ട് ടു സീ ദം സക്സീഡ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നടക്കണ ലക്ഷണം കാണുന്നില്ല. ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് ഓഫ് എ ലോട്ട് ഓഫ് തിങ്സ്. കാര്യം ഒന്ന്, Atherൻ്റെ സെയിൽസ് ഹാവൻ ബീൻ മച്ച്. ആൻഡ് അപ്പുറത്ത് ഇവർക്ക് ഡ്രാമയൊന്നുമില്ല. ഒരു വണ്ടി ഉണ്ടാക്കുന്നു, വണ്ടി വിൽക്കുന്നു, സമാധാനമായിട്ടിരിക്കുന്നു, മേടിക്കുന്ന ആൾക്കാർ ഹാപ്പിയാണ്. പക്ഷേ ഓല അപ്പുറത്ത് കൊട്ടിഘോഷിക്കുന്ന കുറേ പരിപാടികളും സാധനങ്ങളൊക്കെ വെച്ച് ഐ തിങ്ക് ദി ഇന്ത്യൻ മാർക്കറ്റ്
ഈസ് ഡ്രോൺ ടുവേർഡ്സ് ദാറ്റ് ഫ്ലാഷ് ആൻഡ് അങ്ങനെ പോയിട്ട് ഈ സാധനങ്ങൾ മേടിക്കുന്നതാണ്. പക്ഷേ എന്തായാലും ഏത്തറിന് ആ ഒരു ഇത് കിട്ടുന്നില്ല. And that has translated on to their IPO also. പക്ഷേ what I think is affecting the Ather IPO's performance even more is നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിക്കുന്ന ബാക്കി സ്റ്റാർട്ടപ്സിൻ്റെ ഒക്കെ ഒരു സിറ്റുവേഷനാണ്. ഓലയാണെങ്കിലും IPO കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് പെർഫോമൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. കുത്തനെ താഴെ വീഴലാണ് ഓല ഷെയർസിൻ്റെ കാര്യത്തിലുണ്ടായത്. സോ ദാറ്റ് വാസ് നോട്ട് എ സേഫ് ഓപ്ഷൻ. പിന്നെ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ബ്ലൂ സ്മാർട്ട് ക്യാബ്സും ഇപ്പോൾ കണ്ടല്ലോ എന്തായി സംഭവിച്ചതെന്നുള്ളത്. ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാബ് അഗ്രിഗേറ്റേഴ്സ് ഇൻ ദ കൺട്രി എന്ന് തന്നെ ഞാൻ പറയും. കാര്യം വാസ് എ റെഗുലർ യൂസർ ഓഫ് ബ്ലൂ സ്മാർട്ട്. നമ്മുടെ നാട്ടിലെ കേരളത്തിലെ പോലെ അല്ല ബാംഗ്ലൂരിലെ ഊബർ വണ്ടികൾ. ഊബർ ആണെങ്കിലും ഓല ആണെങ്കിലും കേരളത്തിൽ ഓൾ ദ അറ്റ്ലീസ്റ്റ് 95% ഓഫ് ദ ഊബർ കാർസ് ആർ വെരി നൈസ്. അത് ഓടിക്കുന്ന ആൾക്കാർക്ക് ഒരു അഭിമാനമുണ്ട് നമ്മുടെ വണ്ടി സൂപ്പറാണെന്നുള്ളത്. ബാംഗ്ലൂർ അങ്ങനെയല്ല. ബാംഗ്ലൂർ എന്നല്ല, ഏത് മെട്രോ എടുത്താലും അങ്ങനെയല്ല കേട്ടോ. ഊബർ പോലെയുടെ വണ്ടി കയറി കഴിഞ്ഞാൽ ലിറ്ററലി മറ്റേ ഒരു കോർപ്പറേഷൻ ഡംപിയാടി പോണ പോലെയാണ്. ദർ സ്റ്റിങ്കി, ദ ബ്രേക്ക് ഡൗൺ, ദ കാർസ് ആർ ഇൻ ഹൊറബിൾ ഷേപ്പ്. നമുക്ക് പേടിയാവും. ആൻഡ് ഈ ഡ്രൈവർമാരാണെങ്കിലും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കയറിയിരുന്ന് വായിലോട്ട് ആ മൈക്കും കൂടെ അങ്ങോട്ട് വെച്ചിട്ട് ഒരൊറ്റ സംസാരമാണ്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ എവിടെ പോകുന്നോ അവിടം വരെ ഇവർ വേറെ ലോകത്ത് എന്തൊക്കെയോ ഇരുന്ന് സംസാരിക്കുകയാണ്. ഇറ്റ്സ് ഹൈലി അനോയിങ് ടു യൂസ് ദീസ് ക്യാബ്സ് ഇൻ എനി നോൺ കേരള സിറ്റി. വേറെ ബ്ലൂ സ്മാർട്ട് അവരുടെ ഓൾ ഇലക്ട്രിക് ഫ്ലീറ്റ് ആയിരുന്നു. ടാറ്റ ടിഗോർ EVയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് ഒരു നല്ല പരിപാടിയായിരുന്നു. ഇറ്റ് വാസ് ഓൾവേസ് ഓൺ ടൈം, നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബ്ലൂ സ്മാർട്ടിൽ എല്ലാവർക്കും നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എന്തായാലും അതും പൂട്ടിപ്പോയി. കാര്യം ബാഡ് മാനേജ്മെൻറ്റ് ബൈ ദ ഫൗണ്ടേഴ്സ്. കുറേ തിരിമറി അങ്ങോട്ട് കാണിച്ചു ഇങ്ങോട്ട് കാണിച്ചു. എന്തായാലും അതെല്ലാം കഴിഞ്ഞോടെ ബ്ലൂ സ്മാർട്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ആൻഡ് അപ്പോൾ ദാറ്റ് ഹാസ് ഓൾസോ ഷേക്കൺ ഇൻവെസ്റ്റർ കോൺഫിഡൻസ് ഇൻ ഇന്ത്യൻ സ്റ്റാർട്ടപ്സ് എ ലോട്ട്. പലവരും ആലോചിക്കുന്നുണ്ട്. കാര്യം ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കോർപ്പറേറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അത്രയും പ്രൊഫഷണലിസവും മാനേജ്മെൻറ്റിൻ്റെ മികവും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമോ എന്നൊരു ഡൗട്ടുണ്ട്. ആൻഡ് ഐ ഫീൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദീസ് തിങ്സ്. ആൻഡ് ഓൾസോ EV സെഗ്മെൻറ്റ് ജനറലി ട്രംപിൻ്റെ ടാരിഫ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ബാറ്ററിയും കാര്യങ്ങളും എല്ലാം ഇനി എഫക്റ്റഡ് ആവുമോ എന്നൊക്കെ വെച്ചിട്ട് ഇൻവെസ്റ്റർ സെൻറ്റിമെൻറ്റ് ഇസ് ലിറ്റിൽ സബ്ഡ്യൂഡ് ഓൺ ദിസ് വൺ. ആൻഡ് ദി Ather IPO hasn't really taken off. എന്തായാലും ഇപ്പോൾ കുറച്ച് നേരമായി നമ്മൾ ഇലക്ട്രിക്കിൻ്റെ കഥ പറയുന്നു. നമുക്ക് ഇലക്ട്രിക് അല്ലാത്ത കഥകൾ പറയാം. ടാറ്റ ഓൾട്രോസ്, എല്ലാവരും മറന്നുപോയ ഒരു വണ്ടി, ടാറ്റ അടക്കം. ആ വണ്ടിക്ക് ഒരു ഫൈനലി ഫേസ് ലിഫ്റ്റ് വന്നിരിക്കുകയാണ്. ഫേസ് ലിഫ്റ്റ് വന്നാൽ ആർക്കും മനസ്സിലാവില്ല, ബിക്കോസ് പീപ്പിൾ ഹാവ് ഫോർഗോട്ടൺ ഹൗ ദാറ്റ് കാർ ലുക്സ്. ഷോറൂമിൽ പോലും കാണാനില്ല, എവിടെയില്ല, വിച്ച് ഇസ് വെരി സാഡ്. നല്ല വണ്ടിയാണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് വൺ ഓഫ് ദ നൈസർ ഡിസൈൻഡ് ടാറ്റാസ്. എല്ലാ വണ്ടിയും മറ്റേ ബാക്കിയെല്ലാം നെക്സോണിൻ്റെ മോൻ, നെക്സോണിൻ്റെ അമ്മാവൻ, നെക്സോണിൻ്റെ ചേട്ടൻ, നെക്സോണിൻ്റെ വല്യപ്പൻ, ഇപ്പോൾ എല്ലാം അങ്ങനെയാണ്. എല്ലാം ഒരു നെക്സോണിൻ്റെ ഒരു മയമാണ്. പക്ഷേ ഓൾട്രോസ് ഇസ് ഐ തിങ്ക് ദി ഓൺലി ടാറ്റ ദാറ്റ് ലുക്സ് ഡിഫറെൻറ്റ്. ആൻഡ് ഈ ഒരു ഫേസ് ലിഫ്റ്റിൽ അവർ പരമാവധി പ്രതീക്ഷിക്കും എന്തായാലും നെക്സോൺ പോലെ തന്നെ ആക്കാനായിട്ട്. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. LED ലൈറ്റുകൾ, ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഡാഷ്ബോർഡിൽ സ്റ്റിയറിംഗ്, അഗെയിൻ എല്ലാ വണ്ടിക്കും എല്ലാ ടാറ്റയ്ക്കുള്ള ഒരേ സ്റ്റിയറിംഗ്, ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ സാധനങ്ങളെല്ലാം ഓൾട്രോസിലോട്ടും കൊണ്ടുവരുന്നുണ്ട്. ബട്ട് എന്താണെന്നറിയില്ല, അതിനൊരു EV ഇല്ല, വിച്ച് ഇസ് വെരി സാഡ്. അഗെയിൻ എന്താണെന്നറിയാം, കാര്യം അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും പാക്കേജിങ് ഒക്കെ പ്രശ്നമുണ്ട്. പക്ഷേ ആ വണ്ടി EVയിൽ ആക്ച്വലി നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഹാച്ച് ബാക്ക് ആയിരിക്കും. ഇൻ ദിസ് വേൾഡ് ഓഫ് എ ലോട്ട് ഓഫ് ക്രോസ് ഓവേഴ്സ് അങ്ങനത്തെ ഒരു സ്റ്റൈലിഷ് ഹാച്ച് ബാക്കിൽ EV കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷേ EV ഇല്ല. അതേപോലെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിൽ മിസ്സായി. ടാറ്റ അവർ തന്നെ അത് വലുതായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. സോ അതിൻ്റെ മാനുഫാക്ചറിൻ്റെ ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് അധികം വലിയൊരു ക്രെഡിറ്റ് കിട്ടാണ്ട് പോയ നല്ലൊരു വണ്ടിയാണ് ഓൾട്രോസ്. അതിനൊരു ഫേസ് ലിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ആ എൻജിൻ ആൻഡ് പവർ ട്രെയിൻ ട്രാൻസ്മിഷൻ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ചും കൂടെ ഒരു സാധനങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ ഇറ്റ് കുഡ് ബി എ നൈസ് ഓൾട്ടർനേറ്റീവ് ടു എ ലോട്ട് ഓഫ് അതർ കാർസ് നൗ. അപ്പോൾ അതാണ് ടാറ്റയുടെ വിശേഷം. എന്തായാലും നമുക്ക് മഹീന്ദ്ര വാട്ട്സ് മഹീന്ദ്ര അപ് ടു നോക്കാം. മഹീന്ദ്ര ഹാസ് ബീൻ ഗോയിങ് ഫ്രം സ്ട്രെങ്ത് ടു സ്ട്രെങ്ത് ദീസ് ഡേയ്സ്. അവരുടെ പുതിയ പ്ലാറ്റ്ഫോംസ് എല്ലാം ഭയങ്കര അടിപൊളിയായിട്ടാണ് വരുന്നത്. അങ്ങനെ അവർക്ക് ഏറ്റവും ഒരു റീവാമ്പ് ആവശ്യമുള്ള അവരുടെ വലിയൊരു ക്യാഷ് കോ ആയിട്ടുള്ള വണ്ടിയാണ് ദ ബൊളേറോ. ആൻഡ് അതുകൊണ്ട് തന്നെ ബൊളേറോൻ്റെ ഒരു പുതിയ റീവാംപ്ഡ് വേർഷൻ ഇസ് കമ്മിങ് ദിസ് ഓഗസ്റ്റ്. ഇപ്രാവശ്യത്തെ August 15th മെഗാ ലോഞ്ച് മിക്കവാറും അതായിരിക്കും. അതൊരു പുതിയ പ്ലാറ്റ്ഫോമിലുള്ള ബൊളേറോ ആണ്. ഇപ്പോൾ ഇത്രയും കാലം ബൊളേറോ, പിന്നെ അത് കഴിഞ്ഞ് ബൊളേറോ നിയോ വിച്ച് ഇസ് ദ TUV പ്ലാറ്റ്ഫോം, താർ എല്ലാം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ വിത്ത് ദ സ്കോർപിയോ ആൻഡ് ദ താർ റോക്സ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ് ഗെറ്റിംഗ് എ ഹോൾ ന്യൂ പ്ലാറ്റ്ഫോം,
ഈ ഒരു പഴയ ബൊളേറോ എന്നുള്ള ആ ഒരു സാധനത്തിന് ഒരു അപ്ഡേറ്റിൻ്റെ സമയമായിട്ടുണ്ട്. ആക്ച്വലി ഈവൻ ദ Gen 1 Thar. അപ്പോൾ ആ ഒരു പുതിയ പ്ലാറ്റ്ഫോമിലുള്ള വണ്ടി ഈ വർഷം അവർ അൺവെയിൽ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ പഴയ ഒരു റോഡ് മാപ്പ് പ്രകാരം ഇനിയും V90 വെരി റെയർ അവരുടെ പഴയ റോഡ് മാപ്പ് പ്രകാരം ഇനിയും 5 ഐസ് വെഹിക്കിൾസും 7 ഇലക്ട്രിക് വെഹിക്കിൾസും എങ്ങാണ്ട് ഇനിയും അൺവെയിൽ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് ഫോർ ദാറ്റ്. ആ ഒരു പ്ലാറ്റ്ഫോമിന് ആക്ച്വലി ഭയങ്കര ഒരു അപ്ഗ്രേഡ് ആവശ്യമാണ്. കാര്യം മഹീന്ദ്രയുടെ ബാക്കിയുള്ള വണ്ടികൾ നോക്കുകയാണെങ്കിൽ കമ്പയർഡ് ടു ദാറ്റ് ദ ബൊളേറോ ഫീൽസ് ലൈക്ക് ഇറ്റ് ഇസ് ഫ്രം അനദർ ഡിമെൻഷൻ ഓൾ ടുഗെദർ. ഇപ്പോൾ നമ്മളൊരു മഹീന്ദ്ര ഷോറൂമിൽ കയറിയിട്ട് ഒരു ബൊളേറോയും ഒരു BE6ഉം ഒരുമിച്ച് സൈഡ് ബൈ സൈഡ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ദറ്റ് ബോത്ത് ഓഫ് ദം ബിലോങ് ഇൻ ദ സെയിം മാനുഫാക്ചർ പോർട്ട്ഫോളിയോ ലെറ്റ് അലോൺ ദ ഷോറൂം. അപ്പോൾ എന്തായാലും ആ ഒരു സാധനത്തിൽ മഹീന്ദ്രയ്ക്ക് അത് ദേ റിയലി നീഡ് ടു ഗെറ്റ് എൻ അപ്ഡേറ്റ്. കാര്യം സത്യമാണ്, നമുക്ക് സാധാരണ ഒരു ജീപ്പും സാധാരണ ഒരു ബൊളേറോവും ചെയ്യുന്ന പണി നമുക്കൊരു പുതിയ ഫാൻസി വണ്ടിയും കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് വെറുതെ വിടുകയല്ല, അതിന് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം എന്നുള്ളതാണ് മഹീന്ദ്രയുടെ ചലഞ്ച്. ആൻഡ് ഐ എം ഷുവർ ദേ വിൽ ബി അപ് ടു ഇറ്റ്. കാര്യം ബോഡി ഓൺ ഫ്രെയിം ഇന്ത്യയിൽ നോബഡി ഡസ് ഇറ്റ് ബെറ്റർ. എന്തായാലും അങ്ങനെ അപ്പോൾ ആ ഒരു വണ്ടി വരുന്നുണ്ടാവും. ഇനിയിപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ നമ്മുടെ 3 door Tharനും ഒരു അപ്ഡേറ്റ് വരേണ്ടതാണ്. സോ 3 door Thar ഇസ് ഓൾസോ ഗെറ്റിംഗ് ക്വൈറ്റ് ലോങ് ഇൻ ദ ടൂത്ത്. 5 വർഷമായി വണ്ടി ഇറങ്ങിയിട്ട് ഒരു ഫേസ് ലിഫ്റ്റോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ആ വണ്ടിക്ക് ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രയും കാലം. പക്ഷേ റോക്സ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർക്ക് നമ്മൾ വിചാരിച്ച പോലെ സെയിലൊന്നും പോയിട്ടൊന്നുമില്ല. പക്ഷേ പീപ്പിൾ സ്റ്റാർട്ടഡ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ദ റോക്സ് ഇസ് മച്ച് ഈസിയർ ടു ഡ്രൈവ്. ഇലക്ട്രിക് പവർ സ്റ്റിയറിങ്ങും പിന്നെ ജനറൽ കുറച്ച് നൈസിറ്റീസും കാര്യങ്ങളും റൈഡും എല്ലാം കുറച്ചും കൂടെ താറിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോട്ട് വന്നു തുടങ്ങി. അപ്പോൾ അത് ആൾക്കാർ ഭയങ്കരമായിട്ട് തലയിൽ കയറുന്നതിന് മുമ്പ് തന്നെ നൈസായിട്ടൊരു അപ്ഡേറ്റ് മിക്കവാറും മഹീന്ദ്ര തരുന്നതായിരിക്കും. വിത്ത് എ ന്യൂ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ്, ദ ഫാൻസിയർ ഗേജസ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ആൻഡ് അതിൻ്റെ ഒരു പ്ലാൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല, മഹീന്ദ്ര കുറച്ച് മോഡൽസൊക്കെ കുറച്ച് റീജിഗ് ചെയ്തിട്ടുണ്ട്. ദ കൺവേർട്ടബിൾ ടോപ്പ് ഇസ് നൗ ഡൺ. ഇല്ല, കൺവേർട്ടബിൾ ടോപ്പ് വരുന്നില്ല ഇനി തൊട്ട്. AX മോഡൽസും വരുന്നില്ല ഇനി തൊട്ട്. അങ്ങനെ അതേപോലെ മറ്റേ ലോക്കിംഗ് ഡിഫറൻഷ്യൽ ഇല്ലാത്ത ഡീസൽ ഓട്ടോമാറ്റിക് അങ്ങനെ എന്തൊക്കെയോ കുറേ വേർഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു. ആൻഡ് മോഡൽ പോർട്ട്ഫോളിയോ കുറച്ചുകൂടി സ്ട്രീം ലൈൻ ചെയ്തു. എനിക്ക് ആക്ച്വലി ആ സോഫ്റ്റ് ടോപ്പ് അല്ല കൺവേർട്ടബിൾ ആണ് പോയെന്നുണ്ടെങ്കിൽ ഐ എം ആക്ച്വലി ലിറ്റിൽ സാഡ്. കാര്യം ഒരു അഫോർഡബിൾ സെഗ്മെൻറ്റിൽ ഒരു നല്ലൊരു കൺവേർട്ടബിൾ വണ്ടി എന്ന് പറയാൻ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. എഗ്രീഡ്, അത് അത്ര വലിയൊരു സക്സസ് ഒന്നും ആയിരുന്നില്ല. ദറ്റ് ഈസ് ഓൾസോ ബിക്കോസ് ആ കൺവേർട്ടബിൾ ടോപ്പിന് പ്രത്യേകിച്ച് ഇച്ചിരി ക്വാളിറ്റി കുറവുണ്ട്. കാറ്റത്തടിയും ലൈൻസ് വീഴും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആൻഡ് ദേ ലുക്ക് വെരി ഓൾഡ് ഓൺ 3rd day ഓഫ് ഓണർഷിപ്പ്. പക്ഷേ എങ്കിലും അത് വേണ്ടവർക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ ഗോയിങ് ടു ബി നോ മോർ. ഇനിയിപ്പോൾ ഫേസ് ലിഫ്റ്റ് Tharൽ അത് വരുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. അതേപോലെ കിയയുടെ ഒരു പുതിയ ലോഞ്ചും കൂടെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ദ കിയ കാരൻസ് ക്ലാവിസ്. സോ ക്ലാവിസ് എന്ന് പറഞ്ഞാൽ അതൊരു ഓൾ ന്യൂ കാറൊന്നും അല്ല, അത് കാരൻസിൻ്റെ ഒരു വേർഷൻ തന്നെ പറയാം. സോ ബേസിക്കലി ഇറ്റ്സ് എ മോർ ലക്ഷൂറിയസ് സ്ലൈറ്റ്ലി മോർ മോഡേൺ വേർഷൻ. ആക്ച്വലി ഇതായിരുന്നു കാരൻസിൻ്റെ ഫേസ് ലിഫ്റ്റ് എന്നും പറഞ്ഞ് ഇറങ്ങേണ്ടത്. പക്ഷേ ഇപ്പോൾ അവരെന്തായാലും 2 മോഡലാക്കി ഇറക്കാനുള്ള പരിപാടിയിലാണ്. അതെനിക്ക് തോന്നുന്നു ദേ ആർ ഡൂയിങ് ഒരു മാരുതി എർട്ടിഗ വേഴ്സസ് XL6 എന്നുള്ള പോലത്തെ ഒരു പ്ലേസ്മെൻ്റാണ് അവർ ഉദ്ദേശിക്കണമെന്ന് തോന്നുന്നു. ബട്ട് എന്നാൽ അത്രയ്ക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. എർട്ടിഗയും XL6 2 ഡിഫറെൻറ്റ് ഷോറൂംസിലാണ് വിൽക്കുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം. വേറെ ഈ കാരൻസിനും ക്ലാവിസിനും തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. യു ഗെറ്റ് ലിറ്റിൽ മോർ ഫീച്ചേഴ്സ്. പാൻഡ്രോമിക് റൂഫുണ്ട്, ഫ്രണ്ട് ആൻഡ് സ്റ്റൈലിംഗ് മാറി നമ്മുടെ പുതിയ EV6 ഫേസ് ലിഫ്റ്റ് പോലെ ആയിട്ടുണ്ട്. ബാക്കിലെ ടെയിൽ ലൈറ്റ് കുറച്ച് വ്യത്യാസങ്ങൾ, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാറിയിട്ടുള്ളൂ. സോ ഡസ് ഇറ്റ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി ഓരോ വണ്ടിയും ഓരോ ചെറിയ അഡീഷനും ഫേസ് ലിഫ്റ്റും വരുമ്പോൾ പുതിയ പുതിയ പേരിലിറക്കി ഇങ്ങനെ കൊണ്ടിരിക്കാനാണെങ്കിൽ ഇറ്റ്സ് ഗോണ ബി വെരി കൺഫ്യൂസിങ്. ഷുഡ് ഹാവ് ജസ്റ്റ് ബീൻ ദ നോർമൽ 2025 കാരൻസ് ഫേസ് ലിഫ്റ്റ്. പക്ഷെ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. സോ വീൽ വെയിറ്റ് ആൻഡ് സീ ഹൗ ദാറ്റ് ഗോസ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്ത്യൻ ആൻഡ് ഗ്ലോബൽ മാർക്കറ്റിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ. ബട്ട് സംതിങ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടു ഓട്ടോമൊബൈൽസ്. നമ്മുടെ രാജ്യം ഇപ്പോൾ ഒരു വി ആർ ഇൻ ഒരു കോമ്പാറ്റ് മോഡിലാണ് വിത്ത് പാകിസ്ഥാൻ ആൻഡ് ഓൾ ദ ടെൻഷൻ ദാറ്റ് ഈസ് ബ്രൂയിങ് ദെയർ ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ let us take some time out in our day and appreciate what our armed forces are doing for us. നമുക്ക് സന്തോഷമായി സുഖമായി കിടന്നുറങ്ങാനും രാവിലെ ടെൻഷൻ ഇല്ലാണ്ട് എഴുന്നേക്കാനും
നമ്മുടെ ബ്രദേഴ്സ് അറ്റ് ദ ബോർഡർ അവരെത്രത്തോളം സാക്രിഫൈസ് ചെയ്ത് എത്രത്തോളം നമുക്ക് വേണ്ടിയിട്ട് അവരുടെ ലൈഫ് റിസ്ക് ചെയ്ത് ഈ ചെയ്യുന്നതിനും എല്ലാത്തിനും നമുക്ക് ലെറ്റ് us നോട്ട് forget to thank them every single day. ആൻഡ് എല്ലാവരും ഈവൺ എന്ത് കാര്യത്തിലാണെങ്കിലും ലെറ്റ് us all stand together and pray and wish that all these times are over pretty soon and we can get back to being normal and being excited about cars and bikes and all of motoring in general like every other day. അപ്പോൾ എന്തായാലും on that note, let us end today's episode. Thank you so much for joining in, guys. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. അതേപോലെ ഇന്നത്തെ എപ്പിസോഡിൽ വിച്ച് ന്യൂസ് ഡിഡ് യു ഫൈൻഡ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ഓർ വിച്ച് വെഹിക്കിൾ ഡിഡ് യു ഫൈൻഡ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ്? ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. Thank you so much for joining in, guys, and have a great day. Bye-bye.